ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ NRI സീറ്റിന് എലിജിബിൾ ആണ്. NRI സീറ്റിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് NRI ആകണമെന്നില്ല. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണിത്. NRI സീറ്റും മാനേജ്മെന്റ് സീറ്റും തമ്മിൽ വെറും 25,000 രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഫീസിലുള്ളത്. ഈ ഒരു ഫീസിന്റെ വ്യത്യാസത്തിൽ മാർക്ക് കുറവാണെങ്കിൽ പോലും ഇത്രയും ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് കേരളത്തിൽ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് NRI സീറ്റിന്റെ പ്രത്യേകത. കേരളത്തിൽ 70-75% മാർക്കുള്ളവർ വരെ വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങിയാൽ അവർക്ക് കേരളത്തിൽ നല്ല കോളേജിൽ അഡ്മിഷൻ മേടിക്കാനായിട്ട് പറ്റും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് NRI സീറ്റിനെ പറ്റിയാണ്. NRI സീറ്റ് ഇന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് NRI സീറ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിയോ അല്ലെങ്കിൽ പേരൻസോ NRIs ആയിരിക്കണം എന്നുള്ളത്. ആ ഒരു നിബന്ധന നിലവിൽ തൽക്കാലം ബാധകമല്ല. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് NRI സീറ്റിൽ ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. NRI സീറ്റിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഫസ്റ്റ് ഡിഗ്രി ആയിക്കോട്ടെ, സെക്കൻഡ് ഡിഗ്രി ആയിക്കോട്ടെ, ഈവൻ തേർഡ് ഡിഗ്രി റിലേറ്റീവ്സ് എങ്കിലും NRI സ്റ്റാറ്റസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് NRI കോട്ടയ്ക്ക് എലിജിബിൾ ആണ്. NRI കോട്ടയിൽ പറയുന്നത് NRIസിന്റെ മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല NRI കോട്ട. NRIസിന്റെ മക്കൾക്കും അവരുടെ ഡിപ്പെൻഡൻസിനും ആശ്രിതർക്കും വേണ്ടിയാണ് ഈ ഒരു NRI കോട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ കാണേണ്ടത് NRI കോട്ടയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിങ്ങളാണ് NRI സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുട്ടി എന്നിരിക്കട്ടെ. നിങ്ങളുടെ പേരൻസ്, അതായത് ഫസ്റ്റ് ഡിഗ്രിയിലേക്ക് നമ്മൾ കിടന്നാൽ നിങ്ങളുടെ പേരൻസോ സിബ്ലിങ്സോ NRIs ആണെങ്കിൽ നിങ്ങൾക്ക് NRI കോട്ടയ്ക്ക് എലിജിബിലിറ്റി ഉണ്ട്. ഇനി സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേരൻസിന്റെ സഹോദരങ്ങൾ, ഇപ്പോൾ അമ്മയുടെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അപ്പന്റെ സഹോദരങ്ങൾ, അല്ലെ അപ്പന്റെ പെങ്ങളോ അല്ലെങ്കിൽ അപ്പന്റെ സഹോദരന്മാരോ ചേട്ടന്മാരോ അനിയന്മാരോ ആരെങ്കിലും ഒക്കെ NRIs ആണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ NRI കോട്ട. ഇനി അടുത്തൊരു റേഞ്ചും കൂടെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സെക്കൻഡ് ഡിഗ്രിയും കഴിഞ്ഞ് തേർഡ് ഡിഗ്രിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തേർഡ് ഡിഗ്രിയിൽ നിങ്ങളുടെ പാരൻസിന്റെ സഹോദരങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ അപ്ലൈ ചെയ്യുന്ന കുട്ടിയുടെ ഫസ്റ്റ് കസിൻസ്, അത് ആരായിക്കോട്ടെ, മറ്റേണൽ സൈഡിൽ നിന്നോ പറ്റേണൽ സൈഡിൽ നിന്നോ ഉള്ള ഫസ്റ്റ് കസിൻസ് ആരെങ്കിലും NRIs ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ NRI കോട്ട. ഇന്ന് ഒരുപാട് പേർക്കുള്ളൊരു വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഈ NRI സീറ്റിൽ പോകുന്നവർക്ക് 3-4 ഇരട്ടി ഫീസ് കൊടുക്കണം. 3-4 ഇരട്ടി ഫീസ് കൊടുത്താൽ മാത്രമാണ് NRI സീറ്റിൽ അഡ്മിഷൻ കിട്ടുക. അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ഒരു പരിപാടിക്ക് ഞങ്ങൾ നിൽക്കുന്നില്ല. അതാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. MBBS ഓക്കെ, ഇത് ആപ്ലിക്കബിൾ ആണ്. MBBSന്റെ ഫീസ് 20 ലക്ഷം രൂപയാണ് NRI കോട്ടയിൽ നമ്മൾ എടുത്താൽ ടോട്ടൽ ഫീസ് വരുന്നത്. അതുകൊണ്ട് MBBS കോസ്റ്റ്ലിയാണ്. പക്ഷെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളും നേഴ്സിംഗ് കോഴ്സ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇത്രയും ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫീസ് സ്ട്രക്ചറോ ഇല്ല. ഇപ്പം നമ്മുടെ നോർമൽ മാനേജ്മെന്റ് സീറ്റിൽ ഒരു കുട്ടി LBS ത്രൂ അഡ്മിഷൻ എടുക്കാന്നിരിക്കട്ടെ. ആ ഒരു കുട്ടിയുടെ LBS ത്രൂ എടുക്കുന്ന അഡ്മിഷന് കുട്ടിക്ക് ഏകദേശം ഒരു ആവറേജ് ഒരു 80,000 അല്ലെങ്കിൽ ഒരു നിലവിലെ ഒരു ഫീസ് റേഞ്ച് വെച്ച് നമുക്കൊരു 80,000 എന്നുള്ള റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം മാർക്ക്. ഈ വർഷം ഫീസ് കൂടിയില്ല എങ്കിൽ ആ ഒരു റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു 85 അല്ലെങ്കിൽ ഒരു 88,000 വരെ മാത്രമേ എന്തെങ്കിലും ഒരു 10% ഫീസ് ഇൻക്രീസ് വന്നാൽ പോലും ഉണ്ടാകത്തുള്ളൂ. ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ, അതായത് 2025-26 വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് 80,300 രൂപയായിരുന്നു ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. ആ ഒരു ട്യൂഷൻ ഫീസ് നമ്മൾ കണക്കാക്കി നമ്മൾ ഒരു കാൽക്കുലേഷൻ നടത്താനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടിക്ക് 80,300 രൂപയാണ് LBS ത്രൂ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ കൊടുക്കേണ്ട ഫീസ്. ഇതേ ഫീസ് തന്നെയാണ് ഒരു കുട്ടി നമ്മുടെ മാനേജ്മെന്റ് സീറ്റിൽ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്താലും കൊടുക്കേണ്ടത്. ഇതേ 80,300 രൂപയാണ് ട്യൂഷൻ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി പല കോളേജുകളും കോഷൻ ഡെപ്പോസിറ്റ്, യൂണിഫോം ഫീസ്, അല്ലെങ്കിൽ ബുക്ക് ഫീസ്, എക്സാം ഫീസ്, യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കേണ്ട SNA ഫീസ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീസ്, അങ്ങനെ പലതരത്തിലുള്ള ഫീസുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാം കൂടെ കൂട്ടിയാലും ഒരു ആവറേജ് ഒരു 1,25,000 എന്നുള്ള ഒരു റേഞ്ചിലാണ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ട ഫീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് മറ്റെല്ലാ കുട്ടികൾക്കും ആപ്ലിക്കബിൾ ആണ് ഈ പറയുന്ന മറ്റ് ഫീസുകൾ. NRI കോട്ടയിൽ വരുന്ന കുട്ടികൾക്ക് യൂണിഫോം ഫീസ് 10%, 20% കൂടുതലൊന്നുമില്ല. കാരണം അവരെല്ലാവരും ഇടുന്നത് ഒരു യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഈ യൂണിഫോം ഫീസും ബുക്ക് ഫീസും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഈക്വൽ ആണ്. ഇനി ട്യൂഷൻ ഫീസ് മാത്രമാണ് ഈ ഒരു NRI കോട്ടയിൽ വരുന്നവർക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഈ മറ്റു പല കോളേജുകളും വേറെ പല പേരിൽ ഫീസുകൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫീസുകൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അങ്ങനെ കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളതല്ല. ഒരു നിയമപ്രകാരമുള്ള ഫീസ് അല്ലാതെ മറ്റ് ഫീസുകൾ കളക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫീ റെഗുലേറ്ററി കമ്മീഷന്റെ അടുത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് കോളേജുകളുടെ അംഗീകാരം വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില കുറ്റങ്ങളാണ്. ഇനി നമ്മൾ ഈ ഒരു NRI സീറ്റിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈ ഒരു നോർമൽ ട്യൂഷൻ ഫീസ് 80,500 രൂപയാണെങ്കിൽ ഈ ഒരു NRI കോട്ടയിൽ വരുന്ന കുട്ടിക്ക് ഏകദേശം 1,04,500 രൂപയാണ് ആ ഒരു ട്യൂഷൻ ഫീസിൽ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 25,000 രൂപ, 25,000 ഇല്ല, 24,500 രൂപ വ്യത്യാസം മാത്രമാണ് ഈ ഒരു കുട്ടിക്ക്
NRI കോട്ടയിൽ നമുക്ക് 25,000 എന്ന് തന്നെ കൂട്ടാം. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 25,000 രൂപയുടെ വ്യത്യാസം മാത്രമാണ് NRI കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്ക് നിലവിൽ ഫസ്റ്റ് ഇയറിൽ വ്യത്യാസം വരുന്നത്. ഇതേ ഫീസ് വ്യത്യാസങ്ങൾ തന്നെയാണ് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും തന്നെ ഇത് 25,000 രൂപ തന്നെ വ്യത്യാസം വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ 25,000 രൂപ അഡീഷണൽ ഉണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞ ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 80% അല്ലെങ്കിൽ 75% മാർക്കുള്ളൊരു കുട്ടിക്ക് അവർ വെയിറ്റ് ചെയ്ത് നിന്നാൽ, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയെന്ന് വരില്ല. പല ഗവൺമെന്റ് കോളേജുകൾക്കും ഇപ്പം CPAS ഉൾപ്പെടെയുള്ള കോളേജുകൾക്ക് 5% NRI കോട്ട റിസർവേഷൻ ഉണ്ട്. പക്ഷേ ഈ പല CPAS കോളേജുകളുടെയും NRI കോട്ടാസ് എല്ലാം ഫില്ലാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ NRI കോട്ടയ്ക്ക് വേണ്ടി സ്പെഷ്യൽ അലോട്ട്മെന്റ് വെക്കുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് സമയത്ത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ കയ്യിലുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഈ സമയത്ത് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ് സമയത്ത് പ്രോപ്പർ ഡോക്യുമെന്റേഷൻ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. CPAS കോളേജുകളിൽ 5% റിസർവേഷനാണ് NRI കോട്ടയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അപ് ടു 15% സീറ്റ്സ് NRIസിന് വേണ്ടി അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. 15% എന്ന് വെച്ചാൽ ഏകദേശം 60 സീറ്റുള്ള ഒരു കോളേജിലാണെങ്കിൽ 60ന്റെ 15% 9 സീറ്റ് NRIസിന് വേണ്ടി അവർ നീക്കി വെച്ചിട്ടുണ്ട്. 40 സീറ്റ് ആണെങ്കിൽ അത് 6 സീറ്റ് NRIസിന് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ NRI കോട്ടയ്ക്ക് വേണ്ടി വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവർ ഒരുപാട് നീക്കി വെച്ചിട്ടുണ്ട്. അത് ആ ഒരു അവസരം മനസ്സിലാക്കുക. ഈ ഒരു അവസരം കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഡോക്യുമെന്റേഷൻ സമയബന്ധിതമായിട്ട് നമുക്ക് കളക്ട് ചെയ്ത് അതിനുവേണ്ടി റെഡി ആയിട്ട് നിൽക്കാൻ സാധിച്ചാൽ നമുക്ക് ഈ ഒരു സീറ്റ് സെക്യൂർ ചെയ്യാനും കേരളത്തിൽ തന്നെ വളരെ മികച്ച കോളേജുകളിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഈ പല കോളേജുകളും ഡൊണേഷൻ എന്ന് പറഞ്ഞ് നല്ലൊരു എമൗണ്ട് ഫീസ് വാങ്ങിക്കുന്നുണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന്. അത് ശരിക്കും നിയമവിരുദ്ധമാണ്. അങ്ങനെ ഡൊണേഷൻ വാങ്ങിച്ച് നമുക്ക് കേരളത്തിൽ അങ്ങനെ അഡ്മിഷൻ കൊടുക്കാനായിട്ട് റൂളില്ല. അത് പലരും പല പേരുകളിലാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഈ ഫില്ലാകാതെ കിടക്കുന്ന ഈ ഒരു NRI സീറ്റ്സിന് അർഹതപ്പെട്ട ഒരാളുണ്ട്. ആ അർഹതപ്പെട്ട ആൾക്ക് അവർ കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ ഫീ റെഗുലേറ്ററി കമ്മീഷൻ ത്രൂ നമുക്ക് അത് സീറ്റ് വാങ്ങിച്ചെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി വേണം എല്ലാവരും ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക്, ഇപ്പോൾ കർണാടകയും മറ്റും സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ 10 ലക്ഷം ടോട്ടൽ പാക്കേജും ഒക്കെ എടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നവർ മനസ്സിലാക്കുക. ഈ 10 ലക്ഷം രൂപയിൽ താഴെ തന്നെ ഏകദേശം ഒരു 9 ലക്ഷം രൂപ ടോട്ടൽ ഹോസ്റ്റൽ ഫീ വിത്ത് ഫുഡ് ഫീസ് എല്ലാം അടങ്ങുന്ന ഒരു പാക്കേജ് നമുക്കൊരു 9 ലക്ഷം രൂപയ്ക്ക് NRI സീറ്റിൽ നമുക്ക് കേരളത്തിൽ പഠിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയുടെ ഒരു പാക്കേജ് എടുത്ത് കർണാടകത്തിൽ പോകുമ്പോൾ അത് എങ്ങനെയാണ്, ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വേണം പോകാനായിട്ട്. പലരും ഈ വ്യത്യാസം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വരുന്ന പല ക്വയറീസിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റൈസ് ടു ആറിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്തോളാനായി. പല സംശയങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പല കുട്ടികൾക്കും പല പേരൻസിനും ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായ ധാരണയില്ല എന്ന്. NRI സീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വേണമെന്ന്. ആ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു NRI കോട്ടയിലേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കണം. ആ സ്പോൺസറുടെ ആശ്രിതനായിട്ട് അല്ല സ്പോൺസറുടെ ഡിപ്പെൻഡന്റ് ആയിട്ടായിരിക്കും ഈ ഒരു കുട്ടി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം പേരൻസിന്റെ സഹോദരങ്ങളുടെ മക്കളായിക്കൊള്ളട്ടെ, അവർ സ്പോൺസർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു കുട്ടിക്ക് NRI സീറ്റിന് ആ ഒരു അവകാശം ഉണ്ടായിരിക്കും. ഈ NRI സീറ്റ് വഴി നമ്മുടെ ഗവൺമെന്റും സർക്കാർ സ്ഥാപനങ്ങളും ലക്ഷ്യം വെക്കുന്നത് ഈ പുറത്തുള്ള എമൗണ്ട്, പുറത്തുള്ള പണം, NRIസിന്റെ ഫോറിൻ കറൻസി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ലക്ഷ്യമാണ് ഈ NRI സീറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ കുറച്ച് ഡോക്യുമെന്റ്സ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ പാസ്പോർട്ടാണ്. ആ ഒരു പാസ്പോർട്ട് നമ്മൾ ആ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്ന എംബസിയിൽ കൊണ്ടുപോയി ആ എംബസിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്ത് അതിന്റെ കോപ്പി കളക്ട് ചെയ്യേണ്ടതാണ്. പാസ്പോർട്ടിന്റെ കോപ്പി എംബസി അറ്റസ്റ്റ് ചെയ്ത് കളക്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമതായിട്ട് ആ ഒരു വ്യക്തിയുടെ വിസയാണ്. ആ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്ന രാജ്യത്ത് ആ വ്യക്തിക്ക് ലോഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വിസ. ആ ഒരു വിസയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു വിസയിൽ ആ ഒരു വ്യക്തിയുടെ ജോലിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ആ ഒരു വ്യക്തിയുടെ ജോലി ഉണ്ടെങ്കിൽ ആ ഒരു ജോലി അടങ്ങുന്ന വിസ, ആ ഒരു വിസയുടെ കോപ്പി എടുക്കുക. കോപ്പി നമ്മൾ എംബസിയിൽ അറ്റസ്റ്റ് ചെയ്ത് NRI നമ്മുടെ ആപ്ലിക്കേഷൻ ഫയലിലേക്ക് നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജോലി ഈ ഒരു വിസയിൽ ഇല്ല എന്നിരിക്കട്ടെ, ഈ ഒരു വ്യക്തിയുടെ ജോലി വിസയിൽ ഇല്ല എങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റിൽ ഈ വ്യക്തിയുടെ ജോലി ഇന്നതാണെന്നും ഈ വ്യക്തി ഈ ഒരു കുട്ടിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കപ്പാസിറ്റി ഉള്ള ആളാണെന്നുമുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യേണ്ടതാണ്.
ഇനി ഈ ഒരു വ്യക്തിയുടെ വിസയുടെ കാലാവധി സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഡയറക്റ്റീവ് ഉണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ വിസയുടെ കാലാവധി ഈ ഒരു കുട്ടിയുടെ പഠനം കഴിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഒരു BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഒരു ഫാർമസി അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ പ്രോഗ്രാം ആണെങ്കിൽ ആ ഒരു പ്രോഗ്രാം 4 വർഷം അല്ലെങ്കിൽ 4.5 വർഷമായിരിക്കും. കാരണം 4 അല്ലെങ്കിൽ 4.5 വർഷം ഈ ഒരു വ്യക്തിക്ക് ലോഫുള്ളി ആ ഒരു രാജ്യത്ത് ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ തുടരാനായിട്ടുള്ള യോഗ്യതയുണ്ട് എന്ന് ഉള്ള നിലയിലായിരിക്കണം ആ ഒരു വിസ ഉണ്ടായിരിക്കേണ്ടത്. നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഡോക്യുമെന്റ്, അതായത് 4മതായിട്ട് വേണ്ട ഡോക്യുമെന്റ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി വേണം ഈ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാനായിട്ട്. ആ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയും ഈ കുട്ടിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്കൊരു പ്രോപ്പർ ഡോക്യുമെന്റ് ഈ ഒരു അഡ്മിഷൻ ഫ്രീ റെഗുലേറ്ററി കമ്മീഷനും ഈ ഒരു പോർട്ടലിനും ഈ ഒരു കോളേജിനും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിയും ഈ ഒരു കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇപ്പം കുട്ടിയുടെ പിതാവിന്റെ അല്ലെങ്കിൽ മാതാവിന്റെ സൈഡിൽ നിന്നാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ ഇന്നയാളുടെ മകളാണ് ഈ കുട്ടി. ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മകളും ഈ സ്പോൺസർ ചെയ്യുന്ന ഇന്നയാളും സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ ഈ ആളും സഹോദരങ്ങളാണ്, ഈ വ്യക്തിയുടെ മകളാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് കാണിച്ച് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നോ തഹസിൽദാരുടെ കയ്യിൽ നിന്നോ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടതാണ്. അവസാനമായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ് ആണ് സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഈ ഒരു വ്യക്തി ഈ കുട്ടിയെ സ്പോൺസർ ചെയ്യുന്നു എന്നതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണിത്. അപ്പോൾ ഇതിന് കൃത്യമായ ഫോർമാറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു ഫോർമാറ്റ്സ് ഇപ്പോൾ CPASിനാണ്, CPASിന്റെ പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ പ്രൈവറ്റ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻസിനാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിന്റെ ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ കോളേജിലോ ഈ ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അത് ഫില്ല് ചെയ്ത് വേണം ഇത് അറ്റസ്റ്റ് ചെയ്ത് കളക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി ഈ ഒരു സമയത്ത് നാട്ടിലുണ്ട് എന്നിരിക്കട്ടെ. ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു നമ്മൾ സ്പോൺസർഷിപ്പ് ലെറ്റർ ഒരു 200 രൂപയുടെ മുദ്രപത്രത്തിൽ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ പ്രിന്റ് ചെയ്ത് ആ ഒരു വ്യക്തിയെ സൈൻ ചെയ്ത് ഈ ഒരു കുട്ടിയും സൈൻ ചെയ്ത് നമ്മൾ നോട്ടറൈസ് ചെയ്യണം. നോട്ടറൈസ് ചെയ്ത് വേണം ഈ ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു വ്യക്തി ഈ കറന്റ് നാട്ടിലില്ല, വിദേശത്താണ് എന്നിരിക്കട്ടെ. ഈ ഒരു വ്യക്തി വിദേശത്താണെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ മുദ്രപത്രം അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിന്റെ ആവശ്യമില്ല, പകരം ഒരു വെള്ള പേപ്പറിൽ പ്രിന്റ് എടുത്ത് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് ഈ വ്യക്തി സൈൻ ചെയ്ത് എംബസിയിൽ കൊണ്ടുപോയി എംബസി ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വേണം ഈ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മിക്ക കോളേജുകൾക്കും ഈ ഒരു NRI സീറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ LBS ത്രൂ അല്ലെ ഈ CPAS ത്രൂ ഉള്ള നടക്കുന്ന അഡ്മിഷൻസ്, ആ ഒരു അഡ്മിഷൻസിൽ ഫില്ല് ചെയ്യാതെ കിടക്കുന്ന NRI സീറ്റ്സ് പലപ്പോഴും ഈ LBSന്റെ പല ഈ അഡീഷണൽ അലോട്ട്മെന്റുകൾ വരുന്നുണ്ട്. 4th, 5th, 6th, 7th കഴിഞ്ഞ വർഷം 7th അലോട്ട്മെന്റിൽ ഈ NRI സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി അവർ വളരെ സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ കൊടുത്ത് NRI സീറ്റ് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ NRI സീറ്റ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ പ്രോപ്പർ ഡോക്യുമെന്റേഷനുമായിട്ട് വെയിറ്റ് ചെയ്താൽ നമുക്ക് NRI സീറ്റിൽ അഡ്മിഷൻസ് ഗവൺമെന്റ് കോളേജുകളിൽ തന്നെ വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഗവൺമെന്റ് കോളേജുകൾ നമ്മൾ NRI സീറ്റിൽ പഠിക്കാനായിട്ട് പോയാലും ഈ ഏകദേശം ഈ ഒരു ഫീസ് റേഞ്ച് ആയിരിക്കും, അല്ലാതെ ഗവൺമെന്റ് സീറ്റിൽ പഠിക്കുന്നു എന്ന് കരുതി ഒരു ഫീസ് എക്സെപ്ഷനോ കാര്യങ്ങളോ ഒന്നും NRIസിന് ലഭിക്കുന്നതല്ല. NRI സീറ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് റൈസ് ടു ആറിന് ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മൾ മറുപടി നൽകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഈ ഒരു അഡ്മിഷൻ സൈക്കിളിൽ നിങ്ങൾക്കുണ്ടാകുന്ന പല ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് റെഡി ഹാൻഡായിട്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിലെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും റൈസ് ടു ആറിനുണ്ട്. സോ കീപ് ഇൻ ടച്ച്. താങ്ക് യു. ബൈ.